നമസ്കാരം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും റെഡി ആയില്ലേ? പുസ്തകവും പേനയും നോട്ട് ബുക്കും ഒക്കെ കയ്യിലുണ്ടല്ലോ. ശരി, നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുത്തില്ലേ? പലതവണ ക്ലാസ് കണ്ടവരും ഉണ്ടോ? കൊള്ളാം, നല്ല കുട്ടികൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നുപോയത്? ഒന്ന് ഓർത്തു നോക്കൂ. മലയാള നാടിൻ്റെ മഹത്വം, മലയാള ഭാഷയുടെ മഹത്വം, ഇതൊക്കെ വിളിച്ചറിയിക്കുന്ന കുറേ കവിതകൾ കേട്ടു അല്ലേ? പിന്നെയോ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത പഠിച്ചു. 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ല, മലയാളമെന്ന 4 അക്ഷരമല്ല, അമ്മ എന്നൊരൊറ്റക്ഷരമാണ്, മണ്ണെന്നൊരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം. മലയാളമെന്ന 4 അക്ഷരമല്ല, അമ്മ എന്നൊരൊറ്റക്ഷരമാണ്, മണ്ണെന്നൊരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം. കുഞ്ഞുണ്ണി മാഷത്തെ കുറേ കവിതകൾ കൂടെ ശേഖരിക്കാം എന്ന് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയത്. കിട്ടിയോ? എല്ലാവരും ശേഖരണ പുസ്തകത്തിലേക്ക് കവിതകൾ ശേഖരിച്ച് എഴുതിയിട്ടുണ്ടാവും അല്ലേ? കൊള്ളാം, മിടുക്കർ. കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില രംഗങ്ങളും നിങ്ങൾ അന്ന് വായിച്ചു. അതോടൊപ്പം കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി എഴുതാം എന്ന ഒരു ധാരണയും ആ ക്ലാസ്സിലുണ്ടായിരുന്നു. ചെയ്തോ? നിങ്ങൾ ശേഖരിച്ച വിവരങ്ങളെല്ലാം ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവച്ചോ? ടീച്ചറിനെ അത് കേൾപ്പിച്ചിരുന്നോ? മെച്ചപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? എല്ലാം എഴുതി ഭംഗിയായി സൂക്ഷിക്കുകയും അവ നന്നായി മനസ്സിലാക്കുകയും ചെയ്യണം കേട്ടോ. നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റായ തേനൂറും മലയാളം എന്ന യൂണിറ്റിലെ ആദ്യ ഭാഗമായിരുന്നു. ആ യൂണിറ്റിൽ പ്രധാനമായും 3 പാഠഭാഗങ്ങളുണ്ട്. നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ടുണ്ടാവും അല്ലേ? 1ാമത്തെ പാഠഭാഗം നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ കവി ചങ്ങമ്പുഴ എഴുതിയ മലയാള നാടേ ജയിച്ചാലും എന്ന കവിതയാണ്. 2ാമത്തേതാകട്ടെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമുള്ള കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം. 3ാമത്തെ പാഠം നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനായ ഉറൂബിൻ്റെ കോയസൻ എന്ന കഥ. അതിൽ 1ാമത്തെ പാഠഭാഗമായ മലയാള നാടേ ജയിച്ചാലും എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ചയ്ക്കും പഠനത്തിനും വിധേയമാക്കുന്നത്. കവിത കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മലയാള നാടേ ജയിച്ചാലും എന്ന കവിത നമുക്ക് കേൾക്കാം. കവിത കേൾക്കുന്നതിനോടൊപ്പം മലയാള നാടിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ മനോഹരമായ ചില ദൃശ്യങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാം. കവിത കേൾക്കുകയും വേണം, ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. എന്തൊക്കെ കണ്ടു എന്ന് ഓർത്തു വയ്ക്കണേ. കേട്ടോളൂ. മലയാള നാടേ നിന്മാറിലോരോ മലർമാല ചാർത്തുന്നു മഞ്ചിമകൾ, വിജയിക്കു ഞങ്ങൾ പിറന്ന നാടേ വിമല ശ്രീ നിത്യം പുല
തോപ്പിലെത്ര കവി കോകിലങ്ങൾ പറന്നു പാടി. അവിരളോന്മാദം തരുന്നു ഞങ്ങൾ കവർ പെയ്ത കാകളിത്തേന്മഴകൾ. പരശതം വർഷങ്ങൾക്കപ്പുറത്താ പരിചേലും തുഞ്ചൻ പറമ്പിലെങ്ങോ ഒരു തൈമരത്തിൽ തളിർത്ത കൊമ്പത്തൊരു പച്ച തത്തമ്മ കൂടുകൂട്ടി. അഖില വേദാന്ത പുരാണ തത്വമവളാത്ത മോദമേടുത്തു പാടി. അഴകുറ്റ ഗാനമേ നിന്റെ മുൻപിൽ തൊഴുകൈപ്പൂ മുട്ടുമായി നിൽപ്പു ഞങ്ങൾ. ഫലിതത്തിൻ തൈലം പകർന്നു കുഞ്ചൻ നിലവിളക്കൊന്നു കൊളുത്തിവച്ചു. അതിനുള്ളിലായിരം പൊൻതിരികൾ അറിവിൻ വെളിച്ചം ചൊരിഞ്ഞെരിഞ്ഞു. മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി മതിമാൻ ചെറുശേരി പാട്ടുപാടി. അഭിനവമാശാന്റെ തത്വചിന്ത മധുരമാം പാവന പ്രേമഗാനം മറവിക്കും മായ്ക്കുവാനായിടാതെ മകിതാഭവീശി പരിലസിപ്പോ. മധുരമായി വള്ളത്തോൾ ഞങ്ങൾ കേൾക്കാൻ മണിവീണ മന്ദമെടുത്തു മീട്ടി. വിജയശ്രീലാളിതനായൊരുള്ളൂർ വിപുല പാണ്ഡിത്യം തുറന്നു കാട്ടി. പ്രണയിപ്പൂ ഹാ ഞങ്ങൾ ഭക്തിപൂർവം പ്രതിഭാപ്രഭാവമേ നിന്റെ മുൻപിൽ. കവിത കേട്ടല്ലോ, ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? എന്തൊക്കെ കാര്യങ്ങളാണ് കവിതയിൽ നിന്ന് മനസ്സിലായത്? ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിച്ചു നോക്കട്ടെ? ഇല്ല അല്ലേ? എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലേ? അപ്പോൾ എന്താ വേണ്ടത്? കവിത ഒന്നുകൂടി കേൾക്കണം അല്ലേ? ഒരു കൂട്ടുകാരി ചൊല്ലിയ കവിത ഇപ്പോൾ കേൾക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നോ? ആദ്യം 4 വരി കേട്ടിട്ട് കൂട്ടുകാരിയോടൊപ്പം ചൊല്ലാൻ ശ്രമിക്കണം. നല്ല ഉറക്കെ തെറ്റാതെ ശ്രദ്ധിച്ച് ചൊല്ലണം കേട്ടോ. കവിതയുടെ ഓരോ ഭാഗവും കൂട്ടുകാരിയോടൊപ്പം ചൊല്ലി പഠിക്കുക. മലയാള നാടേ നിന്മാറിലൊരു മലർമാല ചാർത്തുന്നു മഞ്ജിമകൾ. വിജയിക്കു ഞങ്ങൾ പിറന്ന നാടേ വിമലശ്രീ നിത്യം പുലർന്ന വീടേ. കരൾ കക്കും നിൻ കളിത്തോപ്പിലെത്ര കവി കോകിലങ്ങൾ പറന്നു പാടി. അവിരളോന്മാദം തരുന്നു ഞങ്ങൾക്ക് അവർ പെയ്ത കാകളിത്തേന്മഴകൾ. പരശതം വർഷങ്ങൾക്കപ്പുറത്താ പരിചേലും തുഞ്ചൻ പറമ്പിലെങ്ങോ ഒരു തൈമരത്തിൻ തളിർത്ത കൊമ്പത്തൊരു പച്ചത്തത്തമ്മ കൂടുകൂട്ടി. അഖില വേദാന്ത പുരാണ തത്വം അവളാത്ത മോദമെടുത്തു പാടി. അഴകുറ്റ ഗാനമേ നിന്റെ മുൻപിൽ തൊഴുകൈപ്പൂ മുട്ടുമായി നിൽപ്പു ഞങ്ങൾ. ഫലിതത്തിൻ തൈലം പകർന്നു കുഞ്ചൻ നിലവിളക്കൊന്നു കൊളുത്തിവച്ചു. അതിനുള്ളിലായിരം പൊൻതിരികൾ അറിവിൻ വെളിച്ചം ചൊരിഞ്ഞെരിഞ്ഞു. മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി മതിമാൻ ചെറുശേരി പാട്ടുപാടി.
അഭിനവമാശാന്റെ തത്വചിന്ത, മധുരമാം പാവന പ്രേമഗാനം, മറവിക്കും മായ്ക്കുവാനായിടാതെ മഹിതാഭവിഷിപ്പരിലസിപ്പൂ. മധുരമായി വള്ളത്തോൾ ഞങ്ങൾ കേൾക്കാൻ, മണിവീണ മന്ദമെടുത്തുമീട്ടി. വിജയശ്രീലാളിതനായൊരുള്ളൂർ വിപുല പാണ്ഡിത്യം തുറന്നു കാട്ടി. പ്രണയിപ്പുഹാ ഞങ്ങൾ ഭക്തിപൂർവം, പ്രതിഭാപ്രഭാവമേ നിന്റെ മുൻപിൽ. പ്രണയിപ്പുഹാ ഞങ്ങൾ ഭക്തിപൂർവം, പ്രതിഭാപ്രഭാവമേ നിന്റെ മുൻപിൽ. കവിത നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ? നോക്കൂ, ഈ കവിത കേട്ടതിനേക്കാൾ ഭംഗിയായി ചൊല്ലുന്ന കൂട്ടുകാർ നിങ്ങളിലുണ്ടെന്ന് ടീച്ചറിനറിയാം. ഇനി നിങ്ങൾ സ്വന്തമായി ഒരു ഈണം നൽകി കവിത ചൊല്ലണം. കവിത ചൊല്ലുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പറഞ്ഞോളൂ. നല്ല ഈണം വേണം, പിന്നെ ശബ്ദഭംഗി ഉണ്ടാകണം അല്ലേ? ഇനി എന്താ വേണ്ടത്? നല്ല താളത്തിൽ ചൊല്ലണം. താളം ഉണ്ടെങ്കിലേ കവിത കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലേ? ഇനിയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, പറയൂ. തെറ്റില്ലാതെ അക്ഷരസ്ഫുടതയോടെ ചൊല്ലുന്ന കവിതകളാണ് കാതിന് ഇമ്പം നൽകുന്നതല്ലേ? ശരി, എല്ലാവരും കവിത ഒന്ന് സ്വന്തമായി ചൊല്ലി നോക്കുക. നോക്കൂ, കവിത ചൊല്ലുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കണം. ഈ ഗുണങ്ങൾ നമ്മൾ പദസൂര്യനിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നോട്ട്ബുക്കിലേക്കൊന്ന് കുറിച്ചെടുത്തോളണം കേട്ടോ. കവിത ഒരു വട്ടം ചൊല്ലിയാൽ നന്നായി ചൊല്ലാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല അല്ലേ? എത്ര തവണ ചൊല്ലണം? കുറേ തവണ ചൊല്ലണം. ഏറ്റവും കുറഞ്ഞത് ഒരു 5 തവണയെങ്കിലും കവിത ചൊല്ലി കേൾക്കണം കേട്ടോ. ആരെയൊക്കെ കേൾപ്പിക്കും? അച്ഛനെ, അമ്മയെ, പിന്നെയോ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലും ചൊല്ലി അവതരിപ്പിക്കണം. ഗ്രൂപ്പിൽ കേൾക്കുന്ന കവിതകളിൽ നിന്ന് ഏറ്റവും നന്നായി ചൊല്ലിയത് ആരാണെന്ന് കണ്ടെത്തണം. കണ്ടെത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സവിശേഷതകൾ കൂടി പരിഗണിക്കണം കേട്ടോ. നോക്കൂ, കവിതയിലൂടെ നമ്മൾ പലതവണ കടന്നുപോയി. കവിതയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണെന്ന് ടീച്ചറൊന്ന് നോക്കട്ടെ. എല്ലാവരും റെഡിയായല്ലോ? ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. കേരളത്തെ കവി മലയാള നാട് എന്ന് വിളിച്ചതിന് കാരണം എന്തായിരിക്കും? ഒന്നുകൂടി ചോദിക്കട്ടെ. കേരളത്തെ കവി മലയാള നാട് എന്ന് വിളിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന് പറയാൻ ശ്രമിച്ചേ. ആരൊക്കെയോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? മലയാള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ട്. കൊള്ളാം. ഇനിയോ വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? മലയാളികളുടെ നാടായതുകൊണ്ടാണോ? ഇതുപോലെ കുറേ ഉത്തരങ്ങൾ ഇനിയും നിങ്ങളുടെ മനസ്സിലുണ്ടാകും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കാണുന്ന ചോദ്യം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഉത്തരങ്ങൾ എല്ലാം പിന്നീട് അതിൽ കുറിച്ചു വയ്ക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. തയ്യാറാണല്ലോ? ഈ കവിതയിൽ ചങ്ങമ്പുഴ ഏതെല്ലാം കവികളെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ചില കവികളെക്കുറിച്ചുള്ള എന്തൊക്കെയോ പരാമർശങ്ങൾ നമ്മുടെ ഈ കവിതയിൽ നിങ്ങൾ കേട്ടു. ആരെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് കണ്ടെത്തി നോക്കൂ. എല്ലാവരും ശ്രമിക്കണേ. കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടോ? കുറേ പേരൊക്കെ കണ്ടെത്തി അല്ലേ? പക്ഷേ ചിലർക്ക് കണ്ടെത്താൻ വിഷമം തോന്നുന്നു. ടീച്ചർ ഒരു കാര്യം ചെയ്യാം, ചില സഹായം കൂടെ തരാം. നോക്കൂ, ചില സൂചനകൾ ഞാൻ പറയും, അതിൽ നിന്ന് ഏത് കവിയാണെന്ന് കണ്ടെത്തണം. ഓക്കെ? പരശതം വർഷങ്ങൾക്കപ്പുറത്താ പരിചേലും തുഞ്ചൻ പറമ്പിലെങ്ങോ. ഇനി പെട്ടെന്ന് കണ്ടെത്താലോ. ആരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പരശതം വർഷങ്ങൾക്കപ്പുറത്താ പരിചേലും തുഞ്ചൻ പറമ്പിലെങ്ങോ. ഇനി
ഇനി ശ്രദ്ധിക്കൂ, തുഞ്ചൻ പറമ്പ് ഏത് കവിയുമായി ബന്ധപ്പെട്ടതാണ്? അതെ, ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? എഴുത്തച്ഛനുമായിട്ടല്ലേ? എഴുത്തച്ഛൻ്റെ പൂർണ്ണമായ പേരൊന്ന് പറഞ്ഞു നോക്കിക്കേ. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ. എന്താണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഒന്നുകൂടി പറഞ്ഞേ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛനെ കുറിച്ച് കേൾക്കുമ്പോൾ മറ്റേതോ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. എന്താണത്? എന്താണ്? മലയാള ഭാഷയുടെ പിതാവ്. അതെ, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചൻ പറമ്പ് എവിടെയാണെന്നറിയാമോ? മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് തുഞ്ചൻ പറമ്പ്. ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരുടെ മനസ്സിലും ഭക്തി നിറച്ച കവിതകളായിരുന്നു എഴുത്തച്ഛൻ്റേത്. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ഇങ്ങനെ കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ എല്ലാം. എഴുത്തച്ഛൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, പിന്നെ മഹാഭാരതം കിളിപ്പാട്ട്, ഇനിയുമുണ്ടല്ലേ? അവയെല്ലാം നിങ്ങൾ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോട്ട് ബുക്കിൽ എഴുതാൻ മറക്കരുതേ. ഇനി അടുത്ത കവിയെക്കുറിച്ചുള്ള സൂചന തരട്ടെ ടീച്ചർ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഫലിതത്തിൻ തൈലം പകർന്നു. രണ്ടാമത്തെ കവിയെക്കുറിച്ചുള്ള സൂചന പറയട്ടെ. കണ്ടെത്താൻ റെഡി ആയിട്ടുണ്ടല്ലോ? ശരി. ഫലിതത്തിൻ തൈലം പകർന്നു. ആരാണ് ഫലിതത്തിൻ്റെ തൈലം പകർന്ന കവി? മനുഷ്യരെ തൻ്റെ വരികളിലൂടെ കുടുകുടെ ചിരിപ്പിച്ച കവി. എല്ലാവരും കണ്ടെത്തിയല്ലേ? ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. ഒരു കാലഘട്ടത്തിൽ തൻ്റെ കവിതകളിലൂടെ ജനങ്ങളെ കുടുകുടേ ചിരിപ്പിച്ച കവി. ചിരിപ്പിക്കുക മാത്രമല്ല, ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നു. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്കു ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാനൊട്ടും മടിയില്ല. ചുറ്റുമുള്ള ആൾക്കാരുടെ, ഇപ്പോഴും നമ്മുടെ ചുറ്റും ഇത്തരം ആൾക്കാരുണ്ട്, അവരുടെ സ്വഭാവത്തെ വരച്ചു കാണിക്കുന്ന രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കുഞ്ചൻ നമ്പ്യാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം എന്താണ്? തുള്ളലിൻ്റെ ഉപജ്ഞാതാവ് അല്ലേ? തുള്ളൽ എന്ന കല കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവർക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി മൂന്നാമത്തെ കവിയിലേക്ക് പോയാലോ? മൂന്നാമത്തെ കവിയെ നമുക്ക് കണ്ടെത്താം. മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി. എന്താണ്? മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി. ആരാണ് ഈ മണിമുകിൽ വർണ്ണനെ വാഴ്ത്തിപ്പാടിയ കവി? മണിമുകിൽ വർണ്ണൻ ആരാണ്? ശ്രീകൃഷ്ണൻ. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണനെ വാഴ്ത്തിപ്പാടിയ ആ മഹാകവി ആരാണ്? ചെറുശ്ശേരി അല്ലേ? ഏതാണ് ആ കാവ്യമെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ശ്രീകൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആ കാവ്യവും നമ്മൾ ഓർക്കും. ഏതാണ്? കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയുടെ ആദ്യത്തെ വരികൾ ടീച്ചർ ഒന്ന് ചൊല്ലിക്കേൾപ്പിക്കട്ടെ. ഇന്ദിര തന്നെ പുഞ്ചിരിയായൊരു ചന്ദ്രികമയിൽ പരക്കയാലെ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീലാഭമായൊരു ശൈലം പോലെ. ഇങ്ങനെ വളരെ ലളിതമായ പദങ്ങൾ കൊണ്ട് വളരെ ബൃഹത്തായൊരു കാവ്യം നമുക്ക് സമ്മാനിച്ച കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി. നോക്കൂ, ഏതൊക്കെ കവികളെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തിയത്? തുഞ്ചത്ത് എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ,
ചെറുശ്ശേരി. ഈ 3 കവികളെയും ഒരൊറ്റ പേരിട്ട് വിളിക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 3 കവികൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ്? കവിത്രയം, പ്രാചീന കവിത്രയം. അപ്പോൾ ആരൊക്കെയാണ് പ്രാചീന കവിത്രയത്തിൽ പെടുന്ന കവികൾ? തുഞ്ചത്ത് എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി എന്നിങ്ങനെ നമുക്ക് നല്ല എളുപ്പത്തിൽ പറഞ്ഞു പഠിക്കാം. ഇനി മറ്റ് കവികളെ കണ്ടെത്താം. മധുരമായ പ്രേമഗാനം പാടിയ കവി. സ്നേഹഗായകൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഓർക്കുന്ന കവി കുമാരനാശാൻ. കുമാരനാശാൻ്റെ ഒട്ടേറെ കവിതകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കവിയോ? മന്ദമായി മണിവീണ എടുത്ത് പാടിയ കവി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷതാൻ എന്നു പാടിയ കവിയെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആരാണ് അദ്ദേഹം? മഹാകവി വള്ളത്തോൾ. ഒരു കവിയെക്കുറിച്ച് കൂടി ഇതിനകത്ത്, വിപുല പാണ്ഡിത്യത്തിൻ്റെ കവി, ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നുകൂടി പേരുള്ള കവിയാണ്. ആരാണ് അദ്ദേഹം? കണ്ടെത്തിയല്ലോ? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 കവികളെയും മറ്റൊരു ഗ്രൂപ്പാക്കി പറയുന്നുണ്ട്. എന്താണെന്ന് പറയാമോ? ആധുനിക കവിത്രയം. 2 കവിത്രയങ്ങൾ, പ്രാചീന കവിത്രയവും ആധുനിക കവിത്രയവും നമ്മളിപ്പോൾ കേട്ടു. പ്രാചീന കവിത്രയത്തിലെ കവികൾ ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. ആധുനിക കവിത്രയത്തിലേതോ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇത് കൂട്ടുകാർ നോട്ട് ബുക്കിൽ എഴുതണം കേട്ടോ. പ്രത്യേക കോളങ്ങളിലായി ഇവരുടെ പേരുകൾ എഴുതി സൂക്ഷിക്കുകയും ഒപ്പം നന്നായി എഴുതി പഠിക്കുകയും ചെയ്യുമല്ലോ. മലയാള നാടേ ജയിച്ചാലും എന്ന കവിതയിൽ മലയാള നാടിനെയും മലയാള ഭാഷയെയും പ്രകീർത്തിക്കുകയാണ് കവി. ഭാഷയെ വളർത്തിയ, ഭാഷയുടെ മഹത്വം ഈ ലോകം മുഴുവനും കാട്ടിത്തന്ന നമ്മുടെ മഹാന്മാരായ കവികൾക്ക് മുമ്പിൽ കൈകൂപ്പി വണങ്ങുകയാണ് കവി. ഇനിയൊരു ഭാഷാകേളിയായാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ ഭാഷാകേളി? ടീച്ചർ ഒരു പദം പറയും. ആ പദത്തിൻ്റെ അർത്ഥം നിങ്ങൾ കവിതയിൽ നോക്കി കവിതയിലുള്ള പദം പറയണം. എല്ലാവരും ശ്രമിക്കുമല്ലോ? തുടങ്ങാം. പദം പറയുകയാണ് മനോഹാരിത. കവിതയിൽ ഏതു പദമാണ് ഇതിന് തുല്യമായി നൽകിയിട്ടുള്ളത്? ശരി, മഞ്ചിമ അല്ലേ? എന്താണ്? മനോഹാരിത എന്ന പദത്തിന് തുല്യമായ അർത്ഥമാണ് മഞ്ചിമ. രണ്ടാമത്തെ പദം പറയട്ടെ. കവികളാകുന്ന കുയിലുകൾ. വളരെ വേഗം കണ്ടുപിടിക്കാം. കവികളാകുന്ന കുയിലുകൾ എന്താണ്? കവികോകിലങ്ങൾ. കവികോകിലങ്ങൾ പറന്നുപാടി അല്ലേ? അടുത്ത പദം പറയട്ടെ. തുടർച്ചയായത്. കണ്ടെത്തി നോക്കൂ. പ്രയാസം തോന്നുന്നു അല്ലേ? ഒരു ക്ലൂ കൂടി തരാം. വിരളമല്ലാത്തത്. ഇനി പെട്ടെന്ന് കണ്ടെത്താം. എന്താണ്? അവിരളം. ഇനി അടുത്ത പദം പറയട്ടെ. അതിയായ സന്തോഷം. ശ്രദ്ധിച്ചു നോക്കൂ. അവിരളോന്മാദം പകർന്നു. പറയൂ, എന്താണ് അതിയായ സന്തോഷം എന്ന് പറയുന്നത്? അതിലേതു പദമായിരിക്കും? കണ്ടെത്താൻ പ്രയാസം അനുഭവപ്പെട്ടവരുണ്ടോ? ഒരു കാര്യം ചെയ്യുക. നമ്മുടെ യൂണിറ്റിൻ്റെ അവസാന ഭാഗത്ത് പദപരിചയം എന്ന ഒരു പേജുണ്ട്. അവിടെ നിങ്ങൾക്ക് അപരിചിതങ്ങളായ പദങ്ങളും അവയുടെ അർത്ഥവും നൽകിയിട്ടുണ്ട്. കവിത ചൊല്ലിപ്പോകുമ്പോൾ നിങ്ങൾക്ക് പരിചിതങ്ങളല്ലാത്ത പദങ്ങളുണ്ടാകാം. അവ ആദ്യം നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക. എന്നിട്ട് അവയുടെ അർത്ഥം നിഘണ്ടുവിലോ അല്ലെങ്കിൽ പദപരിചയം എന്ന പേജിലോ നോക്കി കണ്ടെത്തി എഴുതണം.
എന്നിട്ടും കിട്ടാത്തവയുണ്ടെങ്കിൽ എന്തു ചെയ്യും കൂട്ടുകാർ? അതെ, ക്ലാസ് ഗ്രൂപ്പിൽ ചോദിക്കും അല്ലേ? ടീച്ചറോടും ചോദിക്കാം, മറ്റുള്ളവരോടും അന്വേഷിക്കാം. അങ്ങനെ എല്ലാ പദങ്ങളുടെയും അർത്ഥം കണ്ടെത്തി നോട്ട് ബുക്കിൽ എഴുതാൻ ആരും മറക്കരുതേ. എല്ലാവരും എഴുതുമല്ലോ. നമ്മൾ ഈ കവിതയിലൂടെ പലതവണ കടന്നുപോയി അല്ലേ? കവിതയിലെ കുറേ ആശയങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. കവിത കേൾക്കുക മാത്രമല്ല, ചൊല്ലി അവതരിപ്പിച്ചു. അതോടൊപ്പം കേരളത്തിലെ കുറേ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു. അവയെല്ലാം ഉൾപ്പെടുത്തി എൻ്റെ നാട് കേരളം എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാമോ? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തും? കവിതയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, പിന്നെ നമ്മൾ കണ്ട ദൃശ്യത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ, അതുമാത്രമല്ല പിന്നെ എന്തൊക്കെ ചേർക്കാം? നിങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും വായിച്ചും അറിഞ്ഞ കാര്യങ്ങൾ എല്ലാം കേരളത്തെക്കുറിച്ച് നിങ്ങൾക്കതിൽ എഴുതാം. അതെഴുതുന്നതിന് മുമ്പായി നമുക്കൊരു പദസൂര്യൻ തയ്യാറാക്കി നോക്കിയാലോ? എന്തൊക്കെയാണ് ആ പദസൂര്യനിൽ ഉൾപ്പെടുത്താവുന്നത്? എല്ലാവരും നോട്ട് ബുക്കിലൊന്ന് എൻ്റെ നാട് കേരളം എന്ന് എഴുതിക്കോളൂ. എൻ്റെ നാട് കേരളം എഴുതിയോ? ഒരു വട്ടം വരച്ചേ. ഇനി ഒന്നാമത്തെ വരയിൽ നിങ്ങൾ എന്തെഴുതും? ഏത് സവിശേഷത എഴുതും? പറഞ്ഞോളൂ, ഏതാണ്? അതെ, കഥകളിയുടെ നാട്. രണ്ടാമത്തെ വര വരയ്ക്കൂ. അതിലെന്താ എഴുതാൻ പോകുന്നത്? അതെ, നദികളുടെ നാട്. ഇനിയും ധാരാളം വരകൾ വരയ്ക്കാം അല്ലേ? അവയിലെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ഓരോ സവിശേഷതകൾ എഴുതി ചേർക്കണം. ആ സവിശേഷതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നാട് കേരളം എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? അത് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കും, പിന്നെ ടീച്ചർക്ക് അയച്ചു കൊടുക്കും. ക്ലാസ് ഗ്രൂപ്പിൽ മറ്റുള്ളവർ അയച്ചത് വായിക്കും. അതെല്ലാം കഴിഞ്ഞ് അത് മെച്ചപ്പെടുത്തി നല്ലൊരു കുറിപ്പായി നോട്ട് ബുക്കിൽ എഴുതുകയും വേണം. എല്ലാവരും തയ്യാറല്ലേ കൂട്ടുകാരെ? എങ്കിൽ നമുക്ക് ഇനി ആ കുറിപ്പുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.